നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ എന്താ നടക്കുന്നത് എന്ന് വെച്ചാൽ നിങ്ങളുടെ ഓവറോൾ എനർജി, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ എന്താ നടക്കുന്നത്, എന്താണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്, പിന്നെ കരിയറിൽ ഇപ്പോൾ എന്താ നടക്കുന്നത്, എന്താണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കരിയറിലേക്ക് വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. ചിലപ്പോൾ ഒരു ചെറിയ റീഡിങ് ആയിരിക്കും, ചിലപ്പോൾ കാർഡ്സ് വരുന്നതനുസരിച്ച് അത് വലുതോ ചെറുതോ ആവാം. അപ്പോൾ ഇത് ഒന്നാമത്തെ കാർഡ്, ഇത് നിങ്ങളുടെ ഓവറോൾ എനർജിയാണ് ഇപ്പോഴത്തെ. 1, 2, 3 ഏത് കാർഡ് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസൊനേറ്റ് ചെയ്യണമെന്നില്ല. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പർ ഉണ്ട്, കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഒന്നാമത്തെ കാർഡ്, രണ്ടാമത്തെ കാർഡ്, മൂന്നാമത്തെ കാർഡ്. അപ്പോൾ സെലക്ട് ചെയ്തോളൂ, നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഇത് രണ്ടാമത്തെ കാർഡ്, നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് മൂന്നാമത്തെ കാർഡ് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ കാർഡിൻ്റെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. നിങ്ങളുടെ ഓവറോൾ എനർജിയാണ്. അത് നോക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് എന്താണ്, നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഡിസ്ട്രോയറും ടോക്സിക് ഇതുമാണ് കാർഡുമാണ് ഇപ്പോൾ കണ്ടത് ഞാൻ. നമുക്ക് നോക്കാം. ഭഗവാനെ മിസ്റ്റേക്സ്, പിന്നെ ഭഗവാനെ ശിവ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഓറക്കിൾ മെസ്സേജ് എന്താണെന്ന് നോക്കാം. നിങ്ങൾക്കുള്ള മറിഞ്ഞ് വരണം, എന്നാലും എനിക്ക് കാർഡ് മെസ്സേജായിട്ട് കണക്കാക്കുള്ളൂ. ഞാൻ ചിലപ്പോൾ കുറച്ചധികം ഷഫിൾ. ഓക്കെ, ഒരു കാർഡ് വന്നു. റീബർത്ത് ഓഫ് ലോർഡ് ഗണേശ, കറക്റ്റിംഗ് യുവർ മിസ്റ്റേക്സ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള തെറ്റുകൾ, അതിൻ്റെ മനുഷ്യരാണ്, തെറ്റുകൾ സംഭവിക്കും. അപ്പോൾ അത് നിങ്ങൾ കുറ്റബോധം മാത്രം വെച്ചുകൊണ്ട് ഇരുന്നിട്ട് കാര്യമില്ല, നിങ്ങളത് പ്രായശ്ചിത്തം ചെയ്യണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളോട് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ മിസ്റ്റേക്സ്, കുറ്റബോധം എന്ന് പറഞ്ഞ കാര്യം വെച്ചുകൊണ്ടിരിക്കുന്നത് പറയുന്നത് വെച്ചാൽ കുറ്റബോധം വിഷം പോലെയാണ്. നമ്മളുടെ ഉള്ളിൽ നമ്മളെ ജീവിക്കാൻ സമ്മതിക്കില്ല, മനസ്സിലായോ? അങ്ങനത്തെ ഒരു സാധനമാണ് ഈ കുറ്റബോധം. അപ്പോൾ അത് ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കരുത്. നമ്മളത് തെറ്റേറ്റ് പറഞ്ഞ് മാപ്പ് ചോദിക്കേണ്ട സിറ്റുവേഷൻ ആണെങ്കിൽ അത് ചെയ്യുക, അതല്ലെങ്കിൽ പ്രായശ്ചിത്തം ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യുക. അല്ലെങ്കിൽ പക്ഷേ ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമ്മളത് അതേ കുറ്റം ആവർത്തിക്കരുത്. അപ്പോഴാണ് നമ്മൾ ആ സിറ്റുവേഷനിൽ നിന്ന് പാഠം പഠിച്ചു എന്ന് നമുക്ക് മനസ്സിലാവുക, യൂണിവേഴ്സിന് മനസ്സിലാവുക കേട്ടോ. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഓവറോൾ എനർജി ഇപ്പോഴത്തെ? ഏസ് ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങൾ ആർക്കോ ഒരു ഓഫർ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പണത്തിൻ്റെ ഓഫർ ആവാം, എന്തോ ഒരു ഓഫർ. ചിലപ്പോൾ ഇതൊരു മേജർ ഓഫർ ആയിരിക്കില്ല, ചിലപ്പോൾ നിങ്ങളൊരു താൽക്കാലികമായിട്ടുള്ള ഒരു പീസ് ട്രീറ്റി പോലത്തെ ഒരു ഓഫർ ആയിരിക്കും കൊടുക്കാൻ. അപ്പം നിങ്ങൾക്ക് ഇപ്പോഴത്തെ എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ കുറേ പണം കിട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ പണത്തിൻ്റെ ഓഫർ വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ജോലി കിട്ടിയിട്ടുണ്ടാവും. എന്തായാലും വരുമാനം വരാനുള്ള ഒരു ഓഫർ നിങ്ങൾക്ക് ആരോ വച്ച് നീട്ടിയത് പോലെയാണ് കാണുന്നത്. യൂണിവേഴ്സിൽ നിന്നുള്ള ഓഫറാണ് കേട്ടോ. നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്യാം. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ആണത്. എന്താണ്? ഫാദർ ഓഫ് വോൺസ്, കിങ് ഓഫ് വോൺസ് ആണ്. ഒരു ലീഡർഷിപ്പ്, ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു എന്താ പറയുക, പുതിയൊരു ബിഗിനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഫൂൾ എന്ന് പറഞ്ഞാൽ ടേക്ക് എ ലീപ്പ് ഓഫ് ഫെയ്ത്ത്. ലീപ്പ് ഓഫ് ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾക്കൊരു വിശ്വാസത്തിൽ നമ്മൾ അങ്ങോട്ട് റിസ്ക് എടുക്കുന്നത്, നമ്മൾ എടുത്ത് ചാടുന്നത്,
ഒരു കാര്യം തുടങ്ങുന്നത്. അതിന് ഫ്യൂച്ചറിനെ കുറിച്ച് നമുക്ക് ഒരു പിടിപാടുമില്ല. പക്ഷെ അത് നമ്മൾ എന്തായാലും കാരണം നമുക്ക് വേറെ ഒരു കാര്യവും ഇല്ല, വരുന്നിട്ടില്ല. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് നമ്മൾ അങ്ങോട്ട് തുടങ്ങുകയാണ്. അതാണ് കാണിക്കുന്നത്, നിങ്ങളുടെ എനർജിയാണ് കാണിക്കുന്നത്, ന്യൂ ബിഗിനിങ്സ്. അപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ പിന്തിരിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു വിശ്വാസത്തിൽ, അപ്പോൾ നിങ്ങൾ ഫ്യൂച്ചർ നല്ലതായിരിക്കും എന്നൊരു വിശ്വാസത്തിൽ നിങ്ങളൊരു റിസ്ക് എടുക്കാൻ പോകുന്നതാണ്. അതിപ്പോൾ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ്. നിങ്ങളതിൻ്റെ ഈ സിറ്റുവേഷൻ്റെ മെയിൻ ആള് നിങ്ങളാണെന്നാണ് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് അക്വേറിയസ് ആണ്, പിന്നെ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്. നിങ്ങളൊരു സ്കില്ല്, മേ ബി നിങ്ങളൊരു പുതിയ, അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയേക്കുന്ന ഓഫർ അത് നിങ്ങൾക്ക് ശരിക്കും അറിയാൻ പാടില്ല. ചിലപ്പോൾ സമയത്ത് നമ്മൾ പഠിച്ചതൊന്ന്, ജോലി ചെയ്യുന്നതൊന്ന്, അതിൽ തെറ്റില്ല. അപ്പോൾ നമ്മൾ ആ പുതിയ സ്കില്ല് പഠിച്ചെടുക്കാനുള്ള ഒരു മനസ്സ് കാണിക്കണം. മനസ്സിലായി? മനുഷ്യന് ഏത് വയസ്സിലും എന്തും പഠിച്ചെടുക്കാൻ, നോളജ് അക്വയർ ചെയ്യാനുള്ള ഒരു ബ്രെയിനാണ് ദൈവം തന്നേക്കുന്നത്. 70 വയസ്സ് 80 വയസ്സ് ചിലർ കണ്ടില്ലേ, പ്രായമാവുമ്പോഴത്തേക്കും 10ാം ക്ലാസ് 1ാം ക്ലാസ്സൊക്കെ എഴുതിയെടുക്കുന്നത്, മീൻസ് വിദ്യാഭ്യാസം നേടിയെടുക്കുന്നത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കിപ്പോൾ പുതിയതായിട്ട് കിട്ടിയിരിക്കുന്ന ഈ ഓഫറിൽ നിങ്ങൾക്ക് പരിചയമില്ലാത്തൊരു കാര്യമായിരിക്കാം ഈ സിറ്റുവേഷൻ. മനസ്സിലായോ? അപ്പോൾ ഇത് നിങ്ങളുടെ മെയിനായിട്ട് ചിലപ്പോൾ കരിയറിനെ കുറിച്ചിട്ടായിരിക്കും. നിങ്ങളുടെ സിറ്റുവേഷനിൽ കാണിക്കുന്ന നിങ്ങൾ ഒരു ചിലപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പിൽ ബോർഡായിരിക്കും. കാരണം ഒരേപോലെ മൊണോട്ടണസ് സിറ്റുവേഷൻ. കാലത്ത് ജോലിക്ക് പോകുന്നു, വൈകുന്നേരം വരുന്നു, വച്ചുണ്ടാക്കുന്നു, പിന്നെ കിടന്നുറങ്ങുന്നു, പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുന്നു, വച്ചുണ്ടാക്കുന്നു, പാക്ക് ചെയ്യുന്നു. എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതം? അപ്പോൾ ഒരു മൊണോട്ടണിയാണ്, ഒരു ബോറടിക്കുന്ന പോലെ ഒരേപോലെ തന്നെ ഇങ്ങനെ സിറ്റുവേഷൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടി വരുന്നത്. മനസ്സിലായി? ഇതൊരു നോർമൽ റിലേഷൻഷിപ്പ് അല്ല നിങ്ങൾക്ക് അടുത്തുള്ളത്. കുറച്ച് പ്രശ്നങ്ങളുള്ളതായിരിക്കാം. അപ്പോൾ എന്നും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നത്തിന് പരിഹാരം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ റിലേഷൻഷിപ്പിൽ. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പാസ്റ്റിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ് നിങ്ങൾ റീകൺസിലിയേഷനിലേക്ക് വന്നിട്ട് ആ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ഇത് എന്തായാലും തിരിച്ചിങ്ങോട്ട് വന്നു. എന്നാൽ ഇതൊന്ന് മീൻസ് ഇത് കുറച്ച് വർക്ക് ചെയ്യേണ്ട കാര്യമാണ് റിലേഷൻഷിപ്പിൽ. എന്നാലും നോക്കാമൊന്നും, ഒരു കൈയും കൂടെ നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ പേഴ്സണോട് ക്ഷമിക്കാനുള്ള ഒരു മനസ്സും വയ്ക്കുന്നുണ്ടെന്നാണ് കാണിക്കുന്നത്. പിന്നെ ഫൈനൽ കാർഡ് ഹാങ്ഡ് മാൻ ആണ്. ഹാങ്ഡ് മാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സറണ്ടർ ചെയ്യാനാണ്. ഇപ്പം നിങ്ങൾക്കും കുറച്ച് ദേഷ്യമൊക്കെ ഉണ്ടായതുകൊണ്ട് അപ്പോൾ ചിലപ്പോൾ നോ കോൺടാക്റ്റിലേക്ക് പോയൊരു സിറ്റുവേഷൻ ആയിരിക്കും. എന്തായാലും സകലതും സഹിക്കാനും ക്ഷമിക്കാനും ഉള്ളൊരു മനസ്സ് നിങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ. പൈസസ് സോഡിയാക് സൈൻ ആണ് കാണിക്കുന്നത് ഇവിടെ. ഡിസപ്പോയിൻമെൻ്റ് ഉണ്ട്. നിങ്ങൾ എത്രയും വർക്ക് ചെയ്തിട്ടും അപ്പോൾ റീകൺസിലിയേഷനിൽ വന്നതാണ്. നിങ്ങൾ പേഴ്സണോട് ക്ഷമിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പേഴ്സണിൻ്റെ കാര്യങ്ങൾ മറക്കാനൊക്കെ നിങ്ങൾ ശ്രമിച്ചെങ്കിലും ഇവിടെ എന്നിട്ടും പ്രശ്നങ്ങളുള്ള പോലെയാണ് നിങ്ങൾക്ക് തോന്നുന്നത്. മനസ്സിലാവുണ്ടോ? അപ്പോൾ അതാണ് നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ ആക്ഷൻ എടുക്കാനായിട്ട് റെഡിയാണ്. ഡിസപ്പോയിൻറ്റഡ് ആണ്, എന്നാലും ഈ റിലേഷൻഷിപ്പ് വർക്ക് ചെയ്യിക്കണമെന്ന് തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് കേട്ടോ. അപ്പോൾ ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ഉണ്ട്. അപ്പോൾ പാസ്റ്റ് നിങ്ങൾക്ക് മറക്കാൻ പറ്റുന്നില്ല. പാസ്റ്റിലുള്ള പ്രശ്നങ്ങൾ, ചിലപ്പോൾ ചീറ്റിംഗ്, ബിട്രയൽ, ചതി, വഞ്ചന ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾക്ക് അപ്പോൾ മറക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾ. അപ്പോൾ നിങ്ങൾ ജോലിയിൽ മുഴുകുന്നു, അല്ലെങ്കിൽ വീട്ടുകാര്യങ്ങളിൽ കൂടുതലായിട്ട് ഇൻവോൾവ് ആവുന്നുണ്ട്. മനഃപൂർവ്വം നിങ്ങൾ പഴയ കാര്യങ്ങൾ മറക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഈ റിലേഷൻഷിപ്പ് കൊണ്ട് മുമ്പോട്ട് പോകണം. അതിന് നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്തൊരു തെറ്റാണ് ഈ പേഴ്സൺ ചെയ്തേക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഈ പേഴ്സണെ ഇഷ്ടമാണ്. ഇതൊരു 2 ഓഫ് കപ്സ് റിലേഷൻഷിപ്പാണ്. ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ അല്ലെങ്കിൽ ഒരു സോൾമേറ്റ് കണക്ഷനൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ മുമ്പോട്ട് പോകാൻ തന്നെയാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് കുറേ ക്ഷമയും സഹനവും എല്ലാം വേണ്ടി വരും. അപ്പോൾ അതിനൊക്കെ പ്രിപ്പയർ ചെയ്യാണ്. അതിലേക്ക് വേണ്ടി നിങ്ങൾ ചിലപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ടാവും ദൈവത്തിനോട്, ശക്തി തരണേ എന്ന്. എന്നുവെച്ചാൽ നമ്മളെ ചതിക്കുന്നവരെ അല്ലെങ്കിൽ വിശ്വാസവഞ്ചന കാണിക്കുന്നവരായിട്ട് കൂടെ പിന്നെ ജീവിക്കുക എന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ ഒരു ഇതിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു
മനക്കരുത്ത് നിങ്ങൾക്ക് തരാൻ, ഒരു മനസ്സ് നിങ്ങൾക്ക് തരാൻ വേണ്ടി നിങ്ങൾ ചിലപ്പോൾ പരിശ്രമിക്കുന്നുണ്ട് ഇഷ്ടം പോലെ. അപ്പോൾ ആ പാസ്റ്റ് പുറകിലാക്കിയിട്ട് മുമ്പോട്ട് ഈ റിലേഷൻഷിപ്പ് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് നിങ്ങൾ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഉദ്ദേശം എന്തായാലും ഈ റിലേഷൻഷിപ്പിലാണ്, ഇതൊരു സക്സസ്ഫുൾ റിലേഷൻഷിപ്പ് ആക്കിയെടുക്കണം എന്നാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ഇതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ ലിയോ ഉണ്ട്, പൈസസ് ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് എന്താണ് വരുന്നത്? ഒരു മൂൺ കാർഡ് കാണിക്കുന്നുണ്ട്. പൂച്ചക്കുട്ടി ഇവിടെ വന്ന് കണ്ടുപിടിച്ച് കണ്ടിരുന്നു. കുറ്റുചേ കയറിയിരുന്നോരെ. അപ്പോൾ മൂൺ കാർഡും നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ഇനി വരുന്നത്, അതാണ് നമ്മളുടെ ചോദ്യം. അപ്പോൾ ഇവിടെ മൂൺ കാർഡും ഇവിടെ 6 ഓഫ് പെൻറ്റക്കിൾസും ആണ് കാണിക്കുന്നത്. അപ്പോൾ എന്തോ ഒരു ഈ നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടി കണക്ഷനിലായിരുന്നിരിക്കാം. അത് ഇല്ല എന്ന് നിങ്ങളോട് പറഞ്ഞ് അത് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്ത് റിലേഷൻഷിപ്പിലേക്ക് രണ്ടാമത് നിങ്ങൾ തിരിച്ചു വന്നേക്കാണ്. പക്ഷേ മുമ്പോട്ട് പോകുമ്പോൾ ഈ പാസ്റ്റിലെ തേർഡ് പാർട്ടി വീണ്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇടയിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴും തേർഡ് പാർട്ടിയോട് കണക്ഷൻ വെക്കുന്നുണ്ടെന്നാണ് കാണിക്കുന്നത്. ഇത് നിങ്ങളുടെ പേഴ്സൺ ഒരു സീക്രട്ടായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇതിനെ ക്ലാരിഫൈ ചെയ്യുമ്പോൾ ആദ്യം നിങ്ങളായിട്ട് വഴക്ക് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങളുടെ പേഴ്സൺ ഇത് ഇല്ലെന്ന് നിങ്ങളോട് പറഞ്ഞെങ്കിലും ഈ പേഴ്സൺ തേർഡ് പാർട്ടി കണക്ഷൻ ഉപേക്ഷിച്ചിട്ടില്ല. പക്ഷേ നിങ്ങളെ തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് തേർഡ് പാർട്ടി കണക്ഷൻ ഉപേക്ഷിച്ചു എന്ന് നിങ്ങളുടെ പേഴ്സൺ പറഞ്ഞതാണ്. അപ്പോൾ തേർഡ് പാർട്ടി കണക്ഷനോട് ഇമോഷണലി നിങ്ങളുമായിട്ട് പ്രശ്നമുണ്ടായപ്പോൾ നിങ്ങളുടെ പേഴ്സൺ പറഞ്ഞൊഴിഞ്ഞ് സെറ്റിൽ ചെയ്തു എന്നും പറഞ്ഞ് വേണ്ടാന്ന് വെച്ച് എന്ന് പറഞ്ഞിരുന്ന കാര്യം, ഇമോഷണലി ഡിറ്റാച്ച് ആയ കാര്യം പിന്നെയും അത് പൊങ്ങി വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. രണ്ടാമത് തേർഡ് പാർട്ടി ആയിട്ടുള്ള കണക്ഷൻ നിങ്ങളുടെ പേഴ്സൺ പുനരാരംഭിക്കാനുള്ള ഒരു ചാൻസ് ഫ്യൂച്ചറിൽ കാണിക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കരിയറിൽ ഇപ്പോൾ എന്താ നടക്കുന്നത്? നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്കൊരു ഓഫർ കിട്ടിയതായിട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ കിങ് ഓഫ് സ്വേർഡ്സും. ഓക്കെ, കരിയറിൽ നിങ്ങളുടെ മാനേജർ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് പണി തന്നോ എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു ഇപ്പോൾ ഒരു പുതിയൊരു ഓഫർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ കരിയറിൽ ഇപ്പോൾ നടക്കുന്നത്, അപ്പോൾ ആ കരിയർ നിങ്ങൾ എടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഇവിടുത്തെ ഇതിൽ നിങ്ങളുടെ മാനേജറായിട്ട് ഇരിക്കുന്ന ഒരാൾ ഭയങ്കര നിങ്ങൾക്ക് നല്ലോണം പണി തരുന്ന ഒരാളാണ്. നിങ്ങൾ അംഗീകരിക്കാത്ത ഒരാൾ, ഒരു അപ്രീഷിയേഷൻ തരാത്ത ഒരാളാണ്. അപ്പോൾ നിങ്ങൾ ഈ പേഴ്സണെ, ഈ കമ്പനിയെ ബിട്രേ ചെയ്യണം എന്ന് വിചാരിക്കും. കാരണം നിങ്ങൾക്കൊരു ഓഫർ വന്നിട്ടുണ്ട്. അത് ഇവരോട് പറയാതെ നിങ്ങൾ ഈ കമ്പനിക്കാരോട് അറിയാതെയാണ് നിങ്ങൾ ഈ ഇൻ്റർവ്യൂവിനെല്ലാം പോയത്. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു പുതിയ ജോലി കിട്ടിയതിൽ ഇത് നിങ്ങളൊരു ഫ്യൂച്ചർ കാണുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ അതുമായിട്ട് മുമ്പോട്ട് പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ മാനേജറുമായിട്ട് ഒട്ടും ചേരില്ല അതുകൊണ്ട്. അപ്പോൾ ചിലപ്പോൾ ഈ മാനേജർ നിങ്ങളോട് മീൻസ് ഒരു നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത തരത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടാകും, ഒരു പെരുമാറിയിട്ടുണ്ടാകും. അപ്പോൾ അത് നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല. പക്ഷേ കുറ്റം വന്നപ്പോൾ അത് നിങ്ങളുടെ തലയിൽ വന്നു എന്ന് തോന്നുന്നുണ്ട്. മനസ്സിലായി? നിങ്ങളുടെ മാനേജർ ഇത്തിരി ഉഴപ്പുള്ള ഒരു എനർജിയാണ്. അപ്പോൾ അതൊരു തലവേദനയായിട്ടുണ്ട് നിങ്ങൾക്ക്. പക്ഷേ ഈ പേഴ്സൺ പൊതുവെ പബ്ലിക്കലി നിങ്ങളോട് ഒട്ടും ഇഷ്ടമില്ലാത്ത പോലെ കാണിക്കുമെങ്കിലും, നിങ്ങളുടെ ജോലി ഒട്ടും അപ്രീഷിയേറ്റ് ചെയ്ത പോലെ കാണിക്കുമെങ്കിലും, രഹസ്യമായിട്ട് നിങ്ങളോട് കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ ജോലി അങ്ങനെയാണ്, നിങ്ങൾ ഭയങ്കര ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ വാഗ്ദാനങ്ങൾ നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞ ഓഫർ പൈസയൊന്നും നിങ്ങളുടെ ഇപ്പോൾ കറണ്ട് സിറ്റുവേഷനിൽ ഇല്ല. ഇവർ പറഞ്ഞ് നിങ്ങൾ ജോയിൻ ചെയ്തപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല ഇപ്പം നടക്കുന്നത്. എല്ലാം അവരുടെ ഇഷ്ടത്തിനാണ് നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ 10 ഓഫ് കപ്സ്, ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ, ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നില്ല. ജോബ് സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ പുറത്തേക്കുള്ള ജോലിക്ക് അപ്ലൈ ചെയ്തത്. അതിൻ്റെ ഓഫറാണ് നിങ്ങൾക്ക് വന്നേക്കുന്നത്. അപ്പോൾ അതൊരു ബെറ്റർ സാലറി ഒക്കെ ഉള്ളൊരു കാര്യമാണെന്ന് തോന്നുന്നുണ്ട്. സ്കോർപിയോ ആണ് ഇവിടെ കാണിക്കുന്നത്. നമുക്ക് നിങ്ങളുടെ കരിയറിൽ ഇനി എന്താണ് വരാൻ പോകുന്നത് നോക്കാം. ഈ ജോലി വരുമ്പോൾ കുറച്ച് ഡിലേ ഉണ്ടെന്നാണ് പറയുന്നത്. ഈ ജോലി നിങ്ങൾക്കിപ്പോൾ ഓഫർ വന്നേക്കുന്നത് അത് നിങ്ങളുടെ കയ്യിലേക്ക് എത്താൻ, അല്ലെങ്കിൽ അവിടെ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് കുറച്ച് ഡിലേ ഉണ്ടാവും. കാരണം ഈ കറണ്ട് കമ്പനിയിലെ ആളുകൾ ചിലപ്പോൾ നിങ്ങളെ വിടില്ലായിരിക്കും. നിങ്ങൾക്ക് നോട്ടീസ് പീരീഡ് സെർവ് ചെയ്യേണ്ടി വരുമായിരിക്കും. അപ്പോൾ പുതിയ കമ്പനി പെട്ടെന്ന് ജോയിൻ ചെയ്യണം എന്നായിരിക്കും നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും എങ്ങനെ ഇതിനകത്ത് ഇവിടെ നിന്ന് ഇറങ്ങി ആ ജോലിയിലേക്ക് പോവാമെന്ന് നിങ്ങൾ ഭയങ്കരമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ
ഫ്യൂച്ചറിൽ ചിലപ്പോൾ കള്ളത്തരങ്ങൾ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ രണ്ടും നഷ്ടപ്പെടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. മനസ്സിലായി? ഇപ്പോഴത്തെ ജോലിയും പുതിയ ജോലിയും നിങ്ങളുടെ കൈവിട്ട് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ടെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ കള്ളത്തരമൊന്നും കാണിക്കാതെ മറ്റേ അവർക്ക് നിങ്ങൾ അത്ര അത്യാവശ്യമാണെങ്കിൽ എന്തായാലും നിങ്ങളുടെ ഓഫർ അവർ നിൽക്കും. പക്ഷേ ഇവിടെ നിങ്ങൾ കള്ളത്തരം കാണിച്ചിട്ട് നിങ്ങൾ മുങ്ങിക്കഴിഞ്ഞാൽ ഈ കമ്പനിയും ആ കമ്പനിയിലെ മാനേജറും തമ്മിൽ പരിചയം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് പാരയായിട്ട് വരാൻ ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതൊരു നഷ്ടമാവാൻ വഴിയുണ്ട്. അപ്പോൾ നിങ്ങൾ കള്ളത്തരം ഒന്നും യൂസ് ചെയ്യരുത്. എന്ന് വെച്ചാൽ അവിടെ എന്താ പറയുക, നോട്ടീസ് പീരീഡ് ഒന്നും സെർവ് ചെയ്യാതെ നിങ്ങൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവരോട് പറഞ്ഞാൽ നിങ്ങൾ പറയുന്നില്ല അവരോട് എനിക്കിങ്ങനെ പഴയ കമ്പനിയിൽ നോട്ടീസ് പീരീഡ് ഉണ്ടെന്ന്. കാരണം നിങ്ങൾക്ക് പേടി ഇവർ ഈ ഓഫർ തന്നേക്കുന്നത് ഇത്ര ദിവസം കൊണ്ട് ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവിടുന്ന് നോട്ടീസ് പീരീഡ് തീർത്ത് നിങ്ങൾക്ക് എത്താൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ സത്യം തുറന്ന് പറയാം അവരോട് എനിക്കിങ്ങനെ നോട്ടീസ് പീരീഡ്. അവരെ റെസ്പെക്റ്റ് ചെയ്യുകയുള്ളൂ. കാരണം ഫ്യൂച്ചറിൽ നിങ്ങൾ അവിടെ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ അവിടുത്തെ നോട്ടീസ് പീരീഡ് സെർവ് ചെയ്ത് നിങ്ങൾ അവിടെ നിന്ന് പോകുമ്പോൾ അവിടുത്തെ നോട്ടീസ് പീരീഡ് സെർവ് ചെയ്തിട്ടേ നിങ്ങൾ പോവുള്ളതിനൊരു പ്രൂഫാണിത്. നമ്മൾ കള്ളത്തരം ചെയ്യാൻ നോക്കുമ്പോഴാണ് എല്ലായിടത്തു നിന്നും നമുക്ക് പണി കിട്ടുന്നത്. അപ്പോൾ യൂണിവേഴ്സ് അതാ പറയുന്നത്, കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്നൊരു സിറ്റുവേഷനിലേക്ക് വരരുത്. നിങ്ങൾ ഓപ്പണായിട്ട് സത്യമായിട്ട് കാര്യങ്ങൾ പറയണം. കള്ളത്തരം ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് നല്ല പണി കിട്ടുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ. ഇത്ര മിനിറ്റായി നോക്കിയതാണ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ആദ്യത്തെ റീഡിങ്. ഇവിടെ ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ കാണിക്കുന്നുണ്ട്. കാപ്രിക്കോൺ ഉണ്ട്, സ്കോർപ്പിയോ ഉണ്ട്, പിന്നെ സ്കോർപ്പിയോ പിന്നെയും കാണിക്കുന്നുണ്ട്. ക്യാൻസർ, ടോറസ്, ലീബ്ര, ലിയോ, പിന്നെ അക്വേറിയസ്. ഇത്രയും സോഡിയക്, പൈസസ് ഉണ്ട്. ഇത്രയും സോഡിയക് സൈൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് ആദ്യത്തെ കാർഡിൻ്റെ റീഡിങ്. ഇനി ഞാൻ രണ്ടാമത്തെ കാർഡിൻ്റെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. ഓക്കെ, രണ്ടാമത്തെ കാർഡിൻ്റെ ഓവറോൾ എനർജിയാണ് നിങ്ങളുടെ. എന്താണ് നിങ്ങൾക്കുള്ള ഓറക്കിൾ മെസ്സേജ് എന്ന് നോക്കാം. ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. ഓക്കെ, ഒരു കാർഡ് വീണിട്ടുണ്ട്. ഇത് കാർഡ് വീഴുമെന്ന് നോക്കാം. ഒരു ഷഫിളും കൂടി ചെയ്ത് നോക്കാം. കാർഡ്സ് വേറെ വീഴുമോ? ഓക്കെ, ഈ കാർഡ് ബ്ലെസ്സിങ്സ് ഓഫ് ശിവ, ഗുഡ് ഫോർച്യൂൺ. നിങ്ങളുടെ ചെറിഷ് ചൈൽഡ് ഓഫ് ദ ഡിവൈൻ ഡെയിറ്റി. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര നല്ല ദൈവാനുഗ്രഹമുള്ള ഒരാളാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് വരാനുള്ള ഈ കണ്ണിൽ കൊള്ളേണ്ടത് പിരികത്ത് കൊണ്ട് മാറ്റും എന്നൊക്കെ പറയില്ലേ, അത് അങ്ങനെ വരുന്ന ദൈവാധീനമുള്ള ആളുകൾക്കാണ്. ദൈവത്തിൻ്റെ നോട്ടം നമുക്ക് എപ്പോഴും ഉള്ളപ്പോൾ നമുക്ക് വരുന്ന, അപ്പം നിങ്ങൾക്ക് ഈ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ വളരെ നിങ്ങളുടെ പ്രശ്നങ്ങളുടെ ഏറ്റവും ഒരു എന്താ പറയുക, ഈ മഞ്ഞുകട്ടയുടെ ഏറ്റവും അറ്റത്തെ ഏറ്റവും ചെറിയൊരു പോർഷനാണ് നിങ്ങളുടെ ജീവിതത്തിൽ. അപ്പം നിങ്ങളുടെ ദൈവാനുഗ്രഹം ഇല്ലാതിരുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് നിങ്ങൾ ആലോചിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി എന്താണെന്ന് നോക്കാം. ഓ, ഭയങ്കര ദുരിതമാണ് കേട്ടോ, ഭയങ്കര നിങ്ങൾക്ക് പ്രശ്നങ്ങളാണ് ധാരാളം. അപ്പോൾ ഇത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് അറിഞ്ഞ് നിങ്ങളത് ആ പ്രാരാബ്ധങ്ങൾ നിങ്ങൾ പൊക്കിക്കൊണ്ട് നടക്കുകയാണ്. നിങ്ങളത് വിട്ടുകളയുന്നില്ല. അതൊരു നല്ല സ്വഭാവമാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഓക്കെ പ്രശ്നം വരുമ്പോൾ ഉടനെ വിട്ടിട്ട് കൈവിട്ടിട്ട് ഉറ്റവരെ ഉടയവരെയൊക്കെ കൈവിട്ടിട്ട് നമ്മൾ ഓടിക്കളയുന്നത് ശരിയല്ല. നമ്മളുടെ റെസ്പോൺസിബിലിറ്റി നമ്മൾ മനസ്സിലാക്കുക. പ്രശ്നങ്ങൾ ഉണ്ടാവും, പക്ഷെ അതിന് സൊല്യൂഷനുണ്ട്. അത് കുറച്ച് കഴിയുമ്പോൾ അത് മാറുകയും ചെയ്യും. അങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു പ്രാരാബ്ധം നിങ്ങൾ മുതുകിലേറ്റി ഒരു കഴുതയെ പോലെ ശരിക്കും പറഞ്ഞാൽ വെയിറ്റ്, നല്ല റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് കുറേ അധികം. അപ്പോൾ അതിങ്ങനെ ഭയങ്കര ഒരു ഭാരമായിട്ട് നിങ്ങളുടെ മുതുകത്തുണ്ട്.
അപ്പോൾ അതാണ് ദൈവത്തിൻ്റെ ഒരു ഗുഡ് ഫോർച്യൂൺ നിങ്ങൾക്കുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ ഇതൊന്നും ആയിരിക്കില്ല. ഇപ്പം നമുക്ക് പണത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. അപ്പം നമ്മളെപ്പോഴും ദൈവത്തിനോട് പണമില്ല പണമില്ല. പക്ഷേ നമുക്ക് വേറെ എന്തൊക്കെ പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാണെന്നറിയാം. നമ്മുടെ വീട്ടിലെല്ലാവരും അസുഖങ്ങളും മാരകമായ അസുഖങ്ങളൊന്നും ഇല്ലാതെ ജീവിക്കുന്നു. അതൊക്കെ വലിയ കാര്യങ്ങളാണ്. നമ്മൾ രാവിലെ നമ്മളുടെ വീട്ടിൽ നിന്ന് പോകുന്ന ആളുകൾ വൈകുന്നേരം സമാധാനത്തോടെ ഒരു കുഴപ്പവും കൂടാതെ തിരിച്ചു വരും. ഇതൊക്കെ വലിയൊരു ദൈവാനുഗ്രഹമാണ്. നമ്മളത് കാണാതിരിക്കുന്ന കാര്യങ്ങളാണ്. മനസ്സിലാവണം. നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇതാണ് പ്രശ്നം, ആ പ്രശ്നം, ഈ പ്രശ്നം, ഇതൊക്കെയാണ്. പക്ഷേ ദൈവം അപ്പം നമുക്ക് വരാനുള്ള പ്രശ്നങ്ങൾ ചാക്ക് കണക്കിനാണ്. പക്ഷേ അതിൻ്റെ വളരെ മൈന്യൂട്ടായ പ്രശ്നങ്ങൾ മാത്രമേ ദൈവം നമുക്ക് തരുന്നുള്ളൂ. ബാക്കിയെല്ലാം ദൈവാനുഗ്രഹം കൊണ്ട് തള്ളി മാറ്റി വെച്ചിരിക്കുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു പ്രാരാബ്ധം പക്ഷെ നിങ്ങൾ ഇത് മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ ഈ 10 of Wands തന്നെ 2 പ്രാവശ്യം വരുന്നുണ്ട് നിങ്ങളിതിൽ. അപ്പോൾ നിങ്ങൾ ഇതുകൊണ്ട് തന്നെ ചിലർക്ക് ഇപ്പം നമ്മൾക്ക് സ്നേഹിച്ച ഒരാളെ കിട്ടിയില്ല, കല്യാണം കഴിക്കാൻ പറ്റിയില്ല നല്ല പ്രായത്തിൽ. അപ്പോൾ നമുക്ക് കല്യാണം കഴിച്ച് ജീവിക്കുന്നവരോടും ചെറുപ്പക്കാർ തമ്മിൽ സ്നേഹിക്കുന്ന കാണുമ്പോഴൊക്കെ നമുക്ക് അസൂയ വരും. മനസ്സിലായി? അങ്ങനത്തെ ഒരു എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾക്ക് ഭയങ്കര പ്രാരാബ്ധമാണ്. അപ്പം നിങ്ങൾ ഭയങ്കരമായ നെഗറ്റീവ് എനർജിയിലാണ്. ദൈവത്തിനെ തള്ളിപ്പറയുക, ഒരു സന്തോഷമില്ല. സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ പോലും നിങ്ങൾ സന്തോഷമായിട്ടല്ല കാണുന്നത്. ഓ ഇതെന്താ എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഈ ദുരിതങ്ങൾ നിങ്ങൾക്ക് വലുതായിട്ട് തോന്നുന്നെങ്കിലും ഇതിലും വലിയ കാര്യങ്ങളാണ് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി വച്ചേക്കുന്നത് എന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ എന്താ നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, അക്വേറിയസ്, ലിബ്ര, ജെമിനി ഇത്രയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? നിങ്ങൾ കുറച്ച് ഡിഫെൻസീവ് ആണ് റിലേഷൻഷിപ്പിൽ. കാരണം നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഹാപ്പിനെസ് ഇല്ല. ഒരു അന്യായം നടക്കുന്ന പോലെ. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ സൗന്ദര്യമുള്ള ഒരാളായിരിക്കാം. അപ്പോൾ നിങ്ങളെ വിവാഹം കഴിച്ച ആൾ നിങ്ങളുടെ ഇഷ്ടത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ലെവലിനനുസരിച്ചിട്ടുള്ള ഒരാളല്ല എന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കാം. നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ ഒരു ആളെയല്ല നിങ്ങൾക്ക് ജീവിതത്തിൽ കിട്ടിയേക്കുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. അപ്പോൾ ഇത് നിങ്ങൾക്കൊരു പ്രാരാബ്ധമാണ്. ഇഷ്ടപ്പെടാത്ത ഒരാളെ വിവാഹം കഴിക്കുക എന്നാൽ നിങ്ങൾക്കൊരു പ്രാരാബ്ധമാണ്. അപ്പോൾ ആരോ നിങ്ങളുടെ തലയിൽ കെട്ടിവെച്ച പോലെയാണ് നിങ്ങളുടെ ചിന്ത. അപ്പം നിങ്ങളോട് ഞാൻ ചെയ്തത് എന്തോ ഒരു കാര്യത്തിന് എനിക്ക് ശാപം കിട്ടിയ പോലെയാണ് റിലേഷൻഷിപ്പ് എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. അപ്പം നിങ്ങൾ ഭയങ്കര സർവം സഹനായ ഒരാളെ പോലെയാണ് അഭിനയിക്കുന്നത്. അത് കൊള്ളൂല്ലാത്ത കാര്യമാണ് കേട്ടോ. നമ്മളുടെ യോഗം അനുസരിച്ചാണ് നമ്മൾക്ക് കാര്യങ്ങൾ വന്നു ചേരുക. നമ്മളുടെ കർമ്മങ്ങളുടെ ഫലമാണ് നമ്മൾക്ക് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു കയറിയിരിക്കുന്ന ആൾ നിങ്ങൾക്കൊരു അനുഗ്രഹമായിരിക്കും. ചിലർ എന്ത് കിട്ടിയാലും തൃപ്തി വരാത്ത ചില ആളുകളുണ്ട്. അവരെ തൃപ്തിപ്പെടുത്താൻ ദൈവത്തിനെ കൊണ്ട് പോലും പറ്റില്ല. എന്തൊക്കെ തന്നാലും അത് പോരാ, ഇതല്ല, ഇതിലും ബെറ്റർ ഉണ്ട് എന്ന് വിചാരിക്കുന്ന, ഒരു കാര്യത്തിലും ഒരു താങ്ക്ഫുൾനെസ് ഇല്ലാത്ത, ഒരു കാര്യത്തിൽ ഒരു സംതൃപ്തി ഇല്ലാത്ത ആളുകളിൽ ഒരാളാണോ നിങ്ങൾ? അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇത് ഒരു മൈൻഡ് ഗെയിംസ് ഒക്കെ കളിക്കുന്നുണ്ട് നിങ്ങൾ ഈ പേഴ്സണോട്, മറ്റുള്ളവരോടും. മനസ്സിലായി? റിലേഷൻഷിപ്പിൽ ഈ റിലേഷൻഷിപ്പിന് ഗ്രോത്ത് വേണം എന്ന് വിചാരിച്ച് നിങ്ങൾ എല്ലാ കാര്യങ്ങളും, പക്ഷേ ഈ പേഴ്സണെ നിങ്ങൾ ഇടിച്ചു താഴ്ത്താൻ നോക്കുന്നുണ്ട്. മനസ്സിലായോ? ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പേഴ്സണോട് കോംപ്ലക്സ് ആയിരിക്കാം. നിങ്ങൾ പൊതുവേ ഒരു കോംപ്ലക്സ് ഉള്ള ആളായിരിക്കാം. അപ്പോൾ നിങ്ങളെക്കാളും ലെവൽ കൂടിയ ആളുകളോട് നിങ്ങൾക്ക് പൊതുവേ ഒരു കോംപ്ലക്സ് ഉള്ള ആളായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നേക്കുന്ന ഈ ആള് നിങ്ങളെക്കാളും ഉയർന്ന പദവിയിൽ, ജോലിയിലോ എന്തിലെങ്കിലും ഉയർന്ന പദവിയിലുള്ള ആളാണെങ്കിൽ നിങ്ങൾ ആ പേഴ്സണെ ഇടിച്ചു താഴ്ത്താൻ നോക്കുന്നുണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ, അവരുടെ കോൺഫിഡൻസ് കുറയ്ക്കാനായിട്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഒട്ടും ഹാപ്പി അല്ല ഈ റിലേഷൻഷിപ്പിൽ. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തേക്ക് പോകണമെന്നുണ്ട്. അതിനുള്ള തീരുമാനം നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നില്ല. കാരണം പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ വേറെ ഇപ്പോൾ ഓപ്ഷൻസ് ഒന്നും നിങ്ങൾക്ക് വന്നിട്ടില്ല. അപ്പോൾ പുറത്തേക്ക് പോയിട്ട് എന്തിനാണ് എന്നൊരു ചിന്ത. ഇവിടെ ഡബിൾ എനർജി റിവേഴ്സ് വരുന്നുണ്ട്.
ഡിലേസ് ഉണ്ട് നിങ്ങളുടെ കാര്യത്തിൽ. അപ്പോൾ നിങ്ങൾ ഡിവോഴ്സിന് ട്രൈ ചെയ്യുന്നുണ്ട് റിലേഷൻഷിപ്പിൽ, ഡിവോഴ്സ് കിട്ടുന്നില്ല, മനസ്സിലായി? എന്തൊക്കെയോ ഡിലേ ഉണ്ട്. നിങ്ങൾ ഡിവോഴ്സ് ചെയ്യണം, എനിക്ക് ഈ റിലേഷൻഷിപ്പ് വേണ്ട, നിങ്ങളുടെ മനസ്സിൽ ഈ റിലേഷൻഷിപ്പ് ചത്ത് കഴിഞ്ഞു, മനസ്സിലായി? നിങ്ങൾക്ക് ഇതിലും ബെറ്ററായ ആരെയോ കിട്ടാനുള്ള ഒരു ഇതുണ്ട് എന്ന ഒരു ഇതിലാണ് നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് വേണ്ട എന്ന് പറയുന്നത്. അപ്പോൾ ഒബ്സസീവായിട്ട് നിങ്ങൾ ഈ ഡിവോഴ്സിൻ്റെ പുറകെ നടക്കുകയാണെന്നാണ് പറയുന്നത്. ടോറസ്, ലീബ്ര, കാപ്രിക്കോൺ, ഇത്രയുമാണ് സോഡിയാക് സൈൻസ് ഇവിടെ കാണിക്കുന്നത്. എന്താണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് അത് നമുക്കൊന്ന് നോക്കാം. നിങ്ങളുടെ ലൈഫിലേക്ക് എന്താണ് വരുന്നത്, റിലേഷൻഷിപ്പിലേക്ക് എന്താണ് വരുന്നത്? നിങ്ങളുടെ പാസ്റ്റിലുള്ള ഒരു ആള് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അവരെ കണ്ടിട്ടായിരിക്കും, അല്ലെങ്കിൽ ആ പേഴ്സണെ കണ്ടിട്ടായിരിക്കും നിങ്ങളെ ഇപ്പോൾ കല്യാണം കഴിച്ചേക്കുന്ന ആളുമായിട്ടുള്ള ഒരു കമ്പാരിസൺ നടത്തുന്നത്, മനസ്സിലായോ? പക്ഷേ ആ പേഴ്സൺ, പുതിയ ഒരാളുടെ പുറകെ നിങ്ങൾ പോകാൻ വഴിയുണ്ട്. നിങ്ങൾ ഈ പേഴ്സൺ ഉപേക്ഷിച്ചിട്ട് ആ പുതിയ ഒരാളുടെ പുറകെ പോകാനുള്ള ഒരു ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് സക്സസ്ഫുൾ ആവില്ല എന്നാണ് പറയുന്നത്. അവർ നിങ്ങളായിട്ടൊരു റിലേഷൻഷിപ്പ് വെക്കാൻ ആഗ്രഹിക്കുന്നില്ല, അവർക്ക് നിങ്ങളിൽ വിശ്വാസമില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, വിവരമുള്ള ആളുകൾ പൊതുവെ നമുക്ക് കുറച്ച് ബോധമുണ്ടെങ്കിൽ നമ്മളുടെ സ്വന്തം ഭാര്യയെ ഉപേക്ഷിച്ചിട്ട്, മക്കളെ ഉപേക്ഷിച്ചിട്ട് നമ്മളുടെ പുറകെ വരുന്ന ഒരാളെ, ഒരു സ്ത്രീ ആയാലും അല്ലെങ്കിൽ സ്വന്തം ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് കുട്ടികളെയും ഉപേക്ഷിച്ചിട്ട് നമ്മളുടെ പുറകെ വരുന്ന ഒരാളെ നമ്മളെങ്ങനെ വിശ്വസിക്കും? നാളെ നമ്മളെക്കാളും ബെറ്ററായ ഒരാളെ കാണുമ്പോൾ അവർ പോവില്ല എന്നതിന് എന്താ ഇത്, അല്ലേ? അതാണ് നമ്മൾ തലയിൽ ഓടേണ്ടത്. അപ്പോഴാണ് നമ്മൾ ഭർത്താവിനെയും കുട്ടികളെയും ഉപേക്ഷിച്ചിട്ട് ഓടാത്തതും ഭാര്യയും കുട്ടികളെയും ഉപേക്ഷിച്ചിട്ട് പോവാത്തതും. കാരണം നാളെ ഈ വരുന്ന ആൾ വേറൊരാളുടെ പുറകെ പോവാം, മനസ്സിലായോ? അതിലും ഭേദം. അപ്പം മെജോറിറ്റി ആളുകളും ഇപ്പോൾ ഭാര്യയും ഭർത്താവിനൊന്നും ഉപേക്ഷിക്കാതെ തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. എനിക്ക് റീഡിങ്സ് വരുന്നത് അങ്ങനെയാണ്. എന്തായാലും നിങ്ങൾ ഈ പാസ്റ്റിലുള്ള ഒരു പേഴ്സണായിട്ട് ഒരു കണക്ഷൻ വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഒന്നും നടക്കാൻ പോകില്ല എന്നാണ് പറഞ്ഞത്. ആ പേഴ്സണ് നിങ്ങളിൽ ഇൻട്രസ്റ്റ് ഇല്ല, നിങ്ങളിൽ വിശ്വാസവുമില്ല. ഒരു പ്രാവശ്യം നിങ്ങൾ ആ പേഴ്സണെ വഞ്ചിച്ചതാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ റീകൺസിലിയേഷൻ്റെ കാർഡ് 2 പ്രാവശ്യം ആഗ്രഹമില്ല എന്ന് പറഞ്ഞാണ് വരുന്നത്. അപ്പം നിങ്ങളിപ്പോൾ ആരെ പ്രതീക്ഷിച്ചിട്ടാണോ ഇവിടെ ഒരു ഡിവോഴ്സിന് ട്രൈ ചെയ്യുന്നത്, ആ പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരില്ല. നിങ്ങൾ വെറുതെയാണ് ആ പേഴ്സണിൻ്റെ പുറകെ പോകുന്നത്, കേട്ടോ? അപ്പോൾ നിങ്ങൾ കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട് ആ പേഴ്സണെ നിങ്ങളിലേക്ക് അടുപ്പിക്കാനായിട്ട്. ചിലപ്പോൾ ആ പേഴ്സൺ ഓൾറെഡി മാരീഡും കുട്ടികളൊക്കെ ഉള്ള ഒരാളായിരിക്കാം, സ്ത്രീയായാലും പുരുഷനായാലും. അപ്പോൾ നിങ്ങൾ കുറച്ച് സ്വാർത്ഥമായിട്ടാണ് പെരുമാറുന്നത്, വിവരമില്ലായ്മയാണ് നിങ്ങളെ കാണിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ പേഴ്സൺ വരാൻ പോകുന്നില്ല. കാരണം നിങ്ങൾ ഓൾറെഡി ആ പേഴ്സണെ ചതിച്ചതാണ്. അപ്പോൾ ഇത് കുറച്ച് വിവരമുള്ള ഒരാളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ വലിച്ചടിപ്പിക്കുക. അപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്, പഴയ ആ ഒരു കണക്ഷൻ വെച്ചിട്ട് ഈ പേഴ്സൺ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ ഒഴിവായാൽ ചിലപ്പോൾ ഈ പേഴ്സൺ നിങ്ങളെ വിവാഹം കഴിക്കുന്നുണ്ട്. പക്ഷേ ആ പേഴ്സണോട് നിങ്ങൾ ഈ കാര്യം കൺഫേം ചെയ്തിട്ടില്ല. നിങ്ങൾ ഒരൊറ്റ വിശ്വാസത്തിൽ പണ്ട് എന്നെ ഇത്രയും സ്നേഹിച്ചിരുന്നു, അപ്പോൾ ഞാനിപ്പോൾ ഡിവോഴ്സ് പോയി കഴിഞ്ഞാൽ ഞാൻ സിംഗിൾ ആണെന്ന് അറിഞ്ഞാൽ ഉടനെ ഈ പേഴ്സൺ എൻ്റെ ലൈഫിലേക്ക് വരുമെന്ന പ്രതീക്ഷയിലാണ് നിങ്ങൾ ഇതെല്ലാം കാട്ടിക്കൂട്ടുന്നത്. പക്ഷേ ഒന്നും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ സൂക്ഷിച്ച് പെരുമാറുക. ഈ കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്ന സിറ്റുവേഷനിൽ പോകും. നമ്മളിനി നിങ്ങളുടെ കരിയറിലേക്കാണ് പോകുന്നത്. കരിയറിൽ ഇപ്പം എന്താ നടക്കുന്നത്? നിങ്ങളുടെ ഒരു ബാലൻസ് ഇല്ലായ്മയുണ്ട് കരിയറിൽ. നിങ്ങൾക്ക് മുമ്പോട്ട് പോകണമെന്നുണ്ട്, നിങ്ങൾക്കൊരു ലീഡർഷിപ്പ് ഇതിലേക്ക് പോകണമെന്നുണ്ട്. അതിനുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ നിങ്ങൾ അയച്ചിട്ടുണ്ട്, ഹെഡ് ഓഫീസിലേക്കോ ഒക്കെ നിങ്ങൾ അയക്കുന്നുണ്ട്. പക്ഷേ എന്താവും നമുക്ക് നോക്കാം. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ മുമ്പോട്ട് പോകണമെന്ന് തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങളിലൊരു വിശ്വാസക്കുറവുണ്ട് മാനേജ്മെൻറ്റിന്, അതുകൊണ്ടാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ഇതിന് റെസ്പോൺസ് ഒന്നും നിങ്ങൾക്ക് വന്നിട്ടില്ല, പുതിയ ഓഫറുകളൊന്നും നിങ്ങൾക്ക് വരുന്നില്ല. അപ്പോൾ നിങ്ങൾ അവരെ ത്രെറ്റൻ ചെയ്യുന്നുണ്ടാവാം, എനിക്ക് ഈ ഓഫർ വന്നില്ല. 2 പ്രാവശ്യം ഈ ഏസ് ഓഫ് വേർഡ്സിന് 2 പ്രാവശ്യം നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ കണ്ടിന്യൂസ് ആയിട്ട് അയക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ത്രെറ്റൻ ചെയ്യുന്ന പോലെയാണ് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. എനിക്ക് ഈ ഓഫർ കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്നൊരു ചിന്ത. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ തിരിച്ച് നിങ്ങൾക്ക് വരാത്തത് കൊണ്ട് നിങ്ങൾക്കൊരു പേടിയുണ്ട്. ഇത് നിങ്ങൾക്കൊരു പാരയാവുമോ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻസ്? ചിലപ്പോൾ നിങ്ങളുടെ ഈ കമ്പനിക്കാർക്ക് വേണ്ടെങ്കിലോ. അപ്പം നിങ്ങൾക്കൊരു ഓപ്ഷൻ ഇവിടെ കിട്ടിയില്ലെങ്കിൽ ചില സമയത്ത് എന്താ പറ്റുകയെന്ന് വെച്ചാൽ, നമ്മൾ തന്നെ വിചാരിച്ച് വെക്കും നമ്മൾ ഭയങ്കര വലിയ എന്തോ ആളാണ് കമ്പനിയിലെന്ന്. മനസ്സിലാവുണ്ടോ? നമ്മൾ കമ്പനി തുടങ്ങിയുള്ള ആളാണ്, അതുകൊണ്ട് ഇവർക്ക് നമ്മളില്ലാതെ പറ്റില്ല എന്ന്. പക്ഷെ ന്യൂ ജനറേഷൻ ആൾക്കാർ വരുമ്പോൾ കുറഞ്ഞ സാലറിയിൽ വർക്ക് ചെയ്യാനും കൂടുതൽ കമ്പീറ്റൻ്റ് ആയ ആളുകളാണ് വരുന്നത്. അപ്പോൾ അവരോട് നമ്മൾക്ക് കുറച്ച്
പ്രായമുള്ള ഒരാൾക്ക് കമ്പീറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതൊന്നും മനസ്സിലാക്കിയതെയാണ് നിങ്ങൾ ഈ കോമ്പറ്റീഷനിലേക്ക് കയറിയേക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷന് നിങ്ങൾക്ക് തിരിച്ചൊരു റെസ്പോൺസ് കിട്ടിയിട്ടില്ല ഇതുവരെ. നമുക്ക് നോക്കാം എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നത്. യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ കുറച്ച് നാൾ റെസ്റ്റ് എടുക്കാനാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്കൊരു ഈ ജോലി നഷ്ടപ്പെടാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഇവിടെ. കേട്ടോ, ഈ ജോലി നഷ്ടപ്പെടാനുള്ള ഒരു ചാൻസ് കാണിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഭയങ്കര സ്ട്രെസ്സിലേക്കാണ് പോകാൻ പോകുന്നത്. കുറേ നാൾ നിങ്ങൾക്ക് പൈസ ഇല്ലാണ്ടാവും, മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ഈ കാർഡ് റീഡിങ് നമ്മൾ എന്തിനാ കാണുന്നത് അറിയാം? ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ നമ്മളെ കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതനുസരിച്ച് എന്ന് വെച്ചാൽ ഫ്യൂച്ചറിൽ ഇപ്പം നമ്മൾ ഇങ്ങനെ പോയാൽ നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നപ്പോൾ നമ്മൾ ഈ എടുക്കുന്ന ചോയ്സ് അല്ലെങ്കിൽ നമ്മളുടെ ഈ പ്രവൃത്തികളിൽ നമ്മൾ വ്യത്യാസം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളുടെ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളിൽ വ്യത്യാസം ഉണ്ടാവും. മനസ്സിലായി? നമ്മൾ തന്നെ വിചാരിക്കണം. അപ്പോൾ അതാണ് ഈ യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക്. ഇതാണ് നിങ്ങളുടെ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന കരിയറിൽ. കാരണം റിലേഷൻഷിപ്പിലും പ്രശ്നമുണ്ട്, കരിയറിലും പ്രശ്നമുണ്ട്. പക്ഷെ ദൈവാധീനം ഉള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങളെ ഉന്തിത്തള്ളി നിങ്ങൾ പോകുന്നതെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ആവശ്യമില്ലാതെ നിങ്ങൾ ചിന്തിച്ച് കൂട്ടുകയാണ് ഇവിടെ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ പാസ്റ്റ് വിട്ടുകളയുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ പോസിറ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അയക്കുക, അല്ലെ അഹങ്കാരത്തോടെ കമ്മ്യൂണിക്കേഷൻ അയക്കരുത്. അതുപോലെ കമ്പനിയെ ത്രെട്ടൻ ചെയ്യരുത്. പ്രത്യേകിച്ച് നിങ്ങൾ ലീഡർഷിപ്പിലുള്ള ആളാണെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ലീഡേഴ്സിന് കമ്പനിക്ക് ആവശ്യമില്ല. ലീഡേഴ്സിന് ആവശ്യത്തിൽ കൂടുതൽ സാലറി കൊടുക്കുന്നുണ്ട്. ലീഡേഴ്സിൻ്റെ ഉദ്ദേശം എന്താണ്? താഴെയുള്ള ജീവനക്കാരെ കൊണ്ട് വർക്ക് ചെയ്യുക. ഈ താഴെയുള്ള ജീവനക്കാരാണ് കമ്പനിക്ക് പൈസ ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ ലീഡേഴ്സ് എപ്പോഴും അവർക്ക് മാറ്റാം. ഒരു ലീഡർ അവിടെ നിന്ന് പോയാൽ, ഒരു മാനേജർ പോയാൽ ഇവർക്ക് ഒന്നും നടക്കാൻ പോകില്ല, ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ഒരു എംപ്ലോയി, നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കുന്ന ഒരു എംപ്ലോയി അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ട്രെയിനിങ്ങിൻ്റെ പൈസ, സമയം, മറ്റുള്ളവർക്ക് ട്രെയിനിങ്ങിന് വേണ്ടി മറ്റുള്ളവർക്ക് കൊടുത്ത പൈസ, ഇതെല്ലാം നമുക്ക് നഷ്ടമാണ്. അപ്പോൾ താഴെയുള്ള എംപ്ലോയീസിനെ പിടിച്ചു വെക്കാൻ കമ്പനി നോക്കും. ലീഡർഷിപ്പിലെ ആളുകളെ കമ്പനിക്ക് അവരെ വിട്ടുകളയാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതാണ് നിങ്ങൾ ഈ അഹങ്കാരത്തിൽ കുറച്ച് കുറവ് വരുത്തുക എന്നാണ്. നിങ്ങൾ ഭയങ്കര ലീഡർഷിപ്പ്. നിങ്ങളുടെ വിചാരം ഞാനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വേഗം ഞാൻ പറയുന്ന സാലറിയും കൂട്ടിത്തരും, അതുപോലെ എനിക്ക് ഉയർന്ന പൊസിഷനും തരുമെന്നാണ്. പക്ഷേ ബുദ്ധിയുള്ള ഒരു മാനേജർ, നിങ്ങളുടെ സീനിയേഴ്സ്, കമ്പനി എപ്പോഴും നമ്മളെ നോക്കിക്കൊണ്ടിരിക്കും. നമ്മളുടെ പെരുമാറ്റം എങ്ങനെയാണ് എംപ്ലോയീസിനോട്, നമ്മൾ കമ്പനിയുടെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യുന്നു, ആരാണ് ശരിക്കും വർക്ക് ചെയ്യുന്നത്, ഇതെല്ലാം നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിൽ അത്ര സാറ്റിസ്ഫൈഡ് അല്ല കമ്പനി. അപ്പോൾ നിങ്ങൾ ആവശ്യമില്ലാണ്ട് കമ്പനിയെ ലെറ്ററൊക്കെ എഴുതി ബുദ്ധിമുട്ടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മിക്കവാറും നിങ്ങളുടെ ജോലി പോകാൻ ചാൻസ് ഉണ്ട്. മനസ്സിലായോ? അപ്പോൾ ഒറ്റപ്പെടാനും ജോലി പോകാനും വീട്ടിൽ കുറേ നാൾ ജോലിയൊന്നും ഇല്ലാതിരിക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു ചാൻസ് ഉണ്ടാവും. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് സ്വഭാവത്തിൽ കുറച്ച് വ്യത്യാസം വരുത്തുക, പെരുമാറ്റത്തിൽ കുറച്ച് വ്യത്യാസം വരുത്തുക. ഇതൊക്കെയാണ്. ഓരോ കമ്പനീസും അവരുടെ ലീഡർഷിപ്പിനെ കുറിച്ച് താഴെയുള്ളവരിൽ നിന്ന് ഫീഡ്ബാക്ക് എടുക്കും. മനസ്സിലാവും? സാറ്റിസ്ഫൈഡ് ആണോ, ഇവരെങ്ങനെയാണ് നിങ്ങളോട് പെരുമാറുന്നത്, ഇതെല്ലാം എടുക്കും. അപ്പം നമ്മൾ വിചാരിക്കും ലീഡർ ആയിക്കഴിഞ്ഞാൽ നമ്മളെല്ലാമായി. നമ്മളൊന്നും അല്ല ലീഡർ ആയിക്കഴിഞ്ഞാലും കേട്ടോ. അതാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. വർഗം ഉണ്ട് ഇവിടെ. പിന്നെ വേറെ ഇവിടെ ലിയോ ഉണ്ട്, അക്വാരിയസ് ഉണ്ട്, പൈസസ് ഉണ്ട്, പൂച്ചക്കുട്ടി കയറി വന്നിട്ടുണ്ട്, ക്യാൻസർ, സാജിറ്റേറിയസ്, ക്യാൻസർ, അക്വാരിയസ്, പിന്നെ ചെറിയൊരു തലവേദന വരുന്നുണ്ട്. അക്വാരിയസ് പിന്നെയും ഉണ്ട്. പിന്നെ ഉള്ളത് ഞാൻ പറഞ്ഞതാണ്, കാപ്രിക്കോൺ എല്ലാം. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ കാർഡിൻ്റെ റീഡിങ്. വീട്ടിൽ നിറച്ച് പൂച്ചകളുള്ളതുകൊണ്ട് ഏത് നേരവും എന്തെങ്കിലുമൊക്കെ ബഹളം ഉണ്ടാവും. അപ്പോൾ രണ്ടാമത്തെ കാർഡിൻ്റെ ഇത് കഴിഞ്ഞ് ഇനി മൂന്നാമത്തെ കാർഡിലേക്കാണ് ഞാൻ പോകുന്നത്. ഇത് മൂന്നാമത്തെ കാർഡ് നിങ്ങളുടെ ഓവറോൾ എനർജിയാണിത്. അപ്പോൾ നമുക്ക് ആദ്യം ഓറക്കിൾ മെസ്സേജ് നോക്കാം. ഭഗവാനെ, ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. പൂക്കി അവിടെ ഇരുന്നോ പൂക്കി കിട്ടാ.
ശിവായ. രണ്ട് മൂന്ന് കാർഡ്സ് വീണിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഞാൻ ഈ വാതിലും തുറന്നു കൊടുക്കട്ടെ, ഒരു മിനിറ്റ്. അല്ലെങ്കിൽ ഇവന്മാർ ഇവിടെ ചിലപ്പോൾ ഒച്ചമകൾ ഉണ്ടാക്കാൻ വഴിയുണ്ട്. അപ്പോൾ മൂന്ന് കാർഡ്സാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങളുടെ ഓറക്കിൾ മെസ്സേജ് ആയിട്ട്. അത് നമുക്ക് നോക്കാം. ഒന്ന്, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ ആഗ്രഹ സാഫല്യത്തിന് നിങ്ങൾ രുദ്രമന്ത്രം ജപിക്കണമെന്നാണ് പറയുന്നത്. ഓം നമോ ഭഗവതേ രുദ്രായ. കേട്ടോ, അത് ഒന്നാമത്തെ കാർഡ്. രണ്ടാമത്തെ കാർഡ്, നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ചേഞ്ച് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അതും ചിലപ്പോൾ നിങ്ങൾക്ക് നല്ലത് കൊണ്ടുവരാം, ചിലപ്പോൾ നിങ്ങൾക്ക് ചീത്ത കൊണ്ടുവരാം. എന്തായാലും ഈ ചേഞ്ച് നിങ്ങൾക്ക് വേണ്ടാന്ന് വെക്കാൻ, അല്ലെങ്കിൽ അത് മാറ്റി വെക്കാൻ നിങ്ങൾക്ക് പറ്റില്ല എന്നാണ് പറയുന്നത്. അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. മൂന്നാമത്തത് പോസിറ്റീവ് ഔട്ട്ലുക്ക്. അപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ജീവിതത്തിലുണ്ടെങ്കിൽ അതിനെ പോസിറ്റീവായിട്ട് കാണണം. അതുപോലെ തന്നെ പ്രശ്നങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഈ പ്രശ്നങ്ങൾ എങ്ങനെ ഒഴിവാക്കാം, എങ്ങനെ മറികടക്കാം എന്നതിനെക്കുറിച്ചാണ് നിങ്ങളെപ്പോഴും ആലോചിക്കേണ്ടതെന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്? വേൾഡാണ്. ചിലപ്പോൾ നിങ്ങൾ നാട്ടിലല്ലായിരിക്കാം, പുറത്ത് എവിടെയോ ജോലി ചെയ്യുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ വിവാഹത്തിന് ശേഷം പുറത്തേക്ക് പോയുള്ള ആരെങ്കിലും ആയിരിക്കാം, അതല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കാം. കേട്ടോ, എന്തായാലും അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ ഒരു കാര്യം അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കാണിക്കുന്നത്. നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഇത് ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ ആണ്. നിങ്ങൾക്ക് ഒരു ഈ ഫൂൾ കാർഡ് റിവേഴ്സ് വരുവാന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു പുതിയ തുടക്കം ആഗ്രഹിച്ചെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു റിസ്ക് എടുത്തെങ്കിൽ, നിങ്ങൾ വിചാരിച്ച പോലെ, അപ്പോൾ ഈ നിങ്ങൾ അബ്രോഡ് പോയത്, പുറത്തേക്ക് ജോലിക്ക് പോയത് നിങ്ങൾക്ക് വലിയ ഗുണകരമായിട്ടില്ല എന്നാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ പുറത്തേക്ക് ഇപ്പോൾ ഭർത്താവിൻ്റെ കൂടെ പോയ, അല്ലെങ്കിൽ ഭാര്യയുടെ കൂടെ പോയ ആളാണെങ്കിൽ അത് നിങ്ങൾക്ക് വലിയ ഗുണകരമായിട്ടില്ല എന്നാണ് കാണിക്കുന്നത്. ഒരു പുതിയ തുടക്കമായിട്ട് നിങ്ങൾ വിചാരിച്ചിരുന്ന കാര്യം അത് നിങ്ങൾ പക്ഷേ അത്ര ഹാപ്പി അല്ല ഈ സിറ്റുവേഷനിൽ. നിങ്ങൾക്ക് ഭയങ്കര സ്ട്രെസ് ആണെന്നാണ് പറയുന്നത്. ഇത് അക്വേറിയസ് ആണ്. ഇത് അക്വേറിയസ്, ലിബ്ര, ജെമിനി. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ എന്താ നടക്കുന്നത് നമുക്ക് അത് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ എന്താണ് നടക്കുന്നത്? റിലേഷൻഷിപ്പിൽ ഇപ്പം എന്താണ് നടക്കുന്നത്? എന്തോ എടുത്തു ചാടി നിങ്ങളൊരു തീരുമാനം എടുത്ത പോലെ കാണിക്കുന്നുണ്ട്. ഒരു റിലേഷൻഷിപ്പിൽ ഒരു പ്ലാനിങ് ഇല്ലാതെ നിങ്ങൾ ചെന്ന് കയറിയ പോലെ, മനസ്സിലായോ? അതോ നിങ്ങൾ ഡിവോഴ്സിലേക്ക് പോകണം? ഒരു ഡിവോഴ്സിലേക്ക് പോയ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ ഒരു റീകൺസിലിയേഷന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണോ? അതോ നിങ്ങൾ കറണ്ട് റിലേഷൻഷിപ്പ് വിട്ട് കളഞ്ഞിട്ട് പുതിയൊരു റിലേഷൻഷിപ്പിന് ട്രൈ ചെയ്യുന്നുണ്ടോ? ഇത് പക്ഷേ നിങ്ങളുടെ എടുത്തചാട്ടം കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഒട്ടും ഒരു ഹാപ്പി അല്ലാതിരുന്നത് കൊണ്ട്, ഇപ്പോൾ കറണ്ട് സിറ്റുവേഷൻ ആണ്, ഹാപ്പി അല്ലാതിരുന്നത് കൊണ്ട് ഇവിടെ ഒരു നിങ്ങൾ ആരെയോ പണിഷ് ചെയ്തു, അതോ നിങ്ങളൊരു ഡിസോണസ്റ്റി, ഒരു തെറ്റ് നിങ്ങൾ ചെയ്ത പോലെ റിലേഷൻഷിപ്പിൽ, മനസ്സിലായി? അപ്പോൾ ആ റിലേഷൻഷിപ്പ് തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പിൽ എന്തോ നിങ്ങളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സിറ്റുവേഷൻ നിങ്ങൾ റെക്ടിഫൈ ചെയ്ത് ഈ റിലേഷൻഷിപ്പ് തിരിച്ചു കൊണ്ടുവരാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനുള്ള പരിശ്രമത്തിലാണ് നിങ്ങൾ. അപ്പോൾ കറണ്ട് റിലേഷൻഷിപ്പിൽ പ്രശ്നമുണ്ട്, അത് റീകൺസൈൽ ചെയ്യാനുള്ള ഒരു ഇതിലാണ് നിങ്ങൾ നോക്കുന്നത്.
നിങ്ങൾ ഒരു തേർഡ് പാർട്ടി കണക്ഷനിലേക്ക് ഇടയ്ക്ക് പോകാൻ നോക്കിയായിരുന്നു, ഒരു ഡിവോഴ്സിനൊക്കെ ട്രൈ ചെയ്ത പോലെ. എന്തോ ഒരു തെറ്റ് നിങ്ങൾ ഒരാളോട് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്കതിൽ കുറ്റബോധമുണ്ട്, അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ നിങ്ങളെ കയ്യിൽ നിന്ന് വിട്ടുപോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് റീകൺസൈൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ പഴയ കാര്യങ്ങൾ, നിങ്ങൾക്ക് ഒബ്സഷൻ ഉണ്ടായിരുന്നു ആരോടോ, അതൊക്കെ നിങ്ങൾ വിട്ടുകളഞ്ഞു. ഇപ്പം നിങ്ങൾക്ക് തിരിച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് പോകണം. അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ്. നിങ്ങളൊരു റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ കറണ്ടോ പാസ്റ്റോ പേഴ്സണായിട്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പേഴ്സണാണ് നിങ്ങളുടെ പാസ്റ്റ് പേഴ്സണും കറണ്ട് പേഴ്സണും. പക്ഷെ അതിനിടയിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ട് ആ പേഴ്സണായിട്ട് ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ നോ കോൺടാക്റ്റിലോ അകന്ന് സെപ്പറേറ്റഡ് ആയിട്ട്, കംപ്ലീറ്റ് ആയിട്ട് ഡിവോഴ്സിന് പോയിട്ടില്ല, പക്ഷെ ലീഗലി സെപ്പറേറ്റഡ് ആയ പോലെ ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങളിപ്പോൾ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. നിങ്ങൾക്കൊരു മാനസാന്തരം വന്ന പോലെ, എന്തോ ഒരു കാര്യം കൊണ്ട് നിങ്ങൾക്കൊരു മാനസാന്തരം വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ തിരിച്ച് നിങ്ങളെ സ്നേഹിച്ച് വിവാഹം കഴിച്ച ഒരാളായിരിക്കാം. അപ്പോൾ ആ വിവാഹം കഴിച്ച സമയത്ത് നിങ്ങൾ അവരെ ഭയങ്കരമായിട്ട് സ്നേഹിച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് എന്തോ പ്രശ്നം ഉണ്ടായി. ചിലപ്പോൾ വേറൊരാളോട് നിങ്ങൾക്ക് അട്രാക്ഷൻ തോന്നിയിട്ടുണ്ടാവാം. എന്തായാലും അതൊരു അടിയായി, അതൊരു പ്രശ്നത്തിലേക്ക് പോയപ്പോൾ തിരിച്ച് നിങ്ങൾ ആ നിങ്ങളുടെ റിലേഷൻഷിപ്പ് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ട്രൈ ചെയ്യുകയാണെന്നാണ് പറയുന്നത്. ഇവിടെ അക്വേറിയസ്, കാപ്രിക്കോൺ, വെർഗോ, ലീബ്ര, ക്യാൻസർ, ഇത്രയും പേരാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ഇനി റിലേഷൻഷിപ്പിൽ ഇനി എന്താണ് നടക്കാൻ പോകുന്നത്? നൈറ്റ് ഓഫ് വാൻസ് കാണിക്കുന്നുണ്ട്, 3 ഓഫ് വാൻസ്. അപ്പോൾ നിങ്ങളൊരു ആക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു പ്ലെയർ എനർജി, നിങ്ങൾ ആരോടെങ്കിലും റിലേഷൻഷിപ്പ് വെച്ചായിരുന്നോ, ആ സിറ്റുവേഷൻ തിരിച്ചു വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒരു പ്ലെയർ എനർജി ആണോ? നിങ്ങളിൽ നിന്ന് നിങ്ങൾ ദൂരെ ജോലിക്ക് പോയപ്പോൾ നിങ്ങളെ ചതിച്ചൊരു എനർജി നിങ്ങളുടെ കൂടെ ഉണ്ടോ? ഇതിപ്പോൾ നിങ്ങളുടെ എനർജി ആവണമെന്നില്ല, നിങ്ങളുടെ പേഴ്സൻ്റെയും ആവാം. അപ്പോൾ ഇവിടെ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ട് റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വച്ചിട്ട് രണ്ടാമത് ആ റിലേഷൻഷിപ്പ് റീകൺസിലിയേഷനെ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഫ്യൂച്ചർ കാണിക്കുന്നുണ്ട്, ഒരു 10 ഓഫ് പെൻറ്റക്കിൾസ് കാണിക്കുന്നുണ്ട്. നിങ്ങൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, കുറച്ചും കൂടെ വെയിറ്റ് ചെയ്ത് നിങ്ങൾ ആക്ഷൻ എടുക്കണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അതേസമയം അവരെ ഫോഴ്സ് ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ തന്നെ സ്ട്രോങ് ആയിട്ട് നിൽക്കുക. അപ്പോൾ ഈ റിലേഷൻഷിപ്പ് തിരിച്ചു കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് പരിശ്രമിക്കാമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ അബാൻഡൻമെൻറ്റ് നടന്നിട്ടുണ്ട്. ഈ റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെച്ചിട്ട് ആരോ പോയിട്ടുണ്ട്. അപ്പോൾ തേർഡ് പാർട്ടി ലൈഫിലേക്ക് നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം പോയിട്ടുള്ളത്. നിങ്ങൾ ഏതായാലും അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ സ്ട്രോങ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അവരെ തിരിച്ചു കൊണ്ടുവരാൻ ട്രൈ ചെയ്യുക. അവർക്ക് തെറ്റുകൾക്ക് മാപ്പ് കൊടുക്കാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ ഇവിടെ ഒരു ഫ്യൂച്ചർ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. ഒരു 10 ഓഫ് പെൻറ്റക്കിൾസ് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾക്ക് തിരിച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൊണ്ടുവരാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. ഇവിടെ ഒരു തേർഡ് പാർട്ടിയെ കാണിക്കുന്നുണ്ട്. പക്ഷേ കേട്ടോ, ഇതൊരു തേർഡ് പാർട്ടിയാണ്. മറുപടി സിമി അടി വേണം, സിമിക്ക് തേർഡ് പാർട്ടിയെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തേർഡ് പാർട്ടി ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ പ്രഗ്നൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആയിരിക്കാം നിങ്ങളുടെ പേഴ്സണിൽ നിന്ന്. എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും തിരിച്ച് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ് കയ്യിൽ വരാൻ നിങ്ങളുടെ കയ്യിലേക്ക് തിരിച്ച് വരുമെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ ടോറസ് ആണ് സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നത്. ഇനി നമ്മൾ നിങ്ങളുടെ കരിയറിലേക്കാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ എബ്രോഡ് ആണോ, അല്ലെങ്കിൽ നാട്ടിൽ വർക്ക് ചെയ്യുന്നത് പക്ഷേ നിങ്ങളുടെ പേഴ്സൺ എബ്രോഡ് ആണോ, അങ്ങനെ എന്തോ നോക്കട്ടെ. നിങ്ങളുടെ കരിയറിൽ എന്താണ് വരുന്നത്, കരിയറിൽ എന്താണ് നടക്കുന്നത്? ഇപ്പോൾ നിങ്ങൾക്ക് എന്തോ പ്രൊമോഷൻ എല്ലാം കിട്ടിയിട്ടുണ്ട്, പക്ഷേ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് കൂടി. പ്രൊമോഷനോട് കൂടി സാലറി കൂടിയെങ്കിലും നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് കൂടി. അപ്പോൾ നിങ്ങൾ ഇതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തത് കാര്യങ്ങൾ റിട്ടേണിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ഈ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് താങ്ങാവുന്നതിൽ കൂടുതലാണ്. ചിലപ്പോൾ നിങ്ങൾ പ്രഗ്നൻ്റ് കൂടി ആയതുകൊണ്ട് നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റി ഭയങ്കര പ്രശ്നമായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വളരെ ആഗ്രഹിച്ച് വളരെ നേരത്തെ പരിശ്രമം കൊണ്ടാണ് നിങ്ങൾക്ക് ഈ പ്രൊമോഷൻ കിട്ടിയേക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ പക്ഷെ നിങ്ങളിപ്പോൾ ഈ കരിയർ വേണ്ടാന്ന് വെക്കാനുള്ള ഒരു ഇത് കാണുന്നുണ്ട്. കാരണം ഭയങ്കര ജോലി ഭാരം കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്കത് താങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾ ഈ സിറ്റുവേഷനിൽ ഒരു വ്യത്യാസം വരണം. പക്ഷെ നിങ്ങളിവിടെ സ്റ്റക്കാണ്. കാരണം നിങ്ങൾക്ക് ഫിനാൻഷ്യൽ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണായിട്ട് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കാം നിങ്ങളുടെ ഫിനാൻസിനെ അത് എഫക്റ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്രാരാബ്ധം ഈ
കരിയർ വേറൊരു കരിയർ നോക്കിയാൽ കൊള്ളാം, അല്ലെങ്കിൽ ഈ കരിയറിൽ ഇത്രയും റെസ്പോൺസിബിലിറ്റീസ് എനിക്ക് വേണ്ട, ഇതിൽ കുറച്ചൊന്ന് മാറ്റി കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ വളരെ ആഗ്രഹിച്ച് കിട്ടിയൊരു പ്രൊമോഷനാണിത്. എന്നാലും ഓക്കെ, ഇവിടെ പൈസസ് ഉണ്ട്, ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ ആണ് കാണിക്കുന്നത്. എന്താണ് നിങ്ങളുടെ കരിയറിലേക്ക് ഇനി വരുന്നത്? നിങ്ങളുടെ കരിയറിലേക്ക് ഇനി വരുന്നത് എന്താണ്? എടാ എന്നെ കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ യാത്ര ചെയ്യേണ്ടി വരും കരിയറിൽ കേട്ടോ. അപ്പോൾ നിങ്ങൾ മിക്കവാറും നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു റീകൺസിലിയേഷൻ നടക്കാൻ പോകുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ എന്തായാലും യാത്ര ചെയ്യേണ്ടി വരും നിങ്ങളുടെ പേഴ്സണായിട്ട്. അപ്പോൾ അത് കാണിക്കുന്നുണ്ട്, മൂൺ കാർഡ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതൊരു യാത്രയാണ് മൂൺ കാർഡ് എന്ന് പറഞ്ഞാൽ. നിങ്ങൾ സ്നേഹിക്കുന്ന ആളുടെ അടുത്തേക്ക് നിങ്ങൾ പോകാനുള്ള ഒരു വഴി വരും. അപ്പോൾ ആ ഒരു ഇതിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇവിടെ നിന്നൊരു ബ്രേക്ക് എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഈ കരിയർ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ പോവും. എന്നിട്ട് നിങ്ങൾ ചിലപ്പോൾ ഫ്യൂച്ചറിൽ വേറൊരു കരിയർ നിങ്ങൾ അവിടെ പിടിക്കാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ കാരണം നിങ്ങളും പേഴ്സണും അകന്ന് നിൽക്കുന്നത് കൊണ്ടാണ് പ്രശ്നങ്ങൾ. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ നിങ്ങൾ ഈ കരിയർ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്തേക്ക് പോകാൻ ഇടവരും. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ സാലറി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും നിങ്ങളുടെ പേഴ്സൺ. ഇപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടാണ് നിങ്ങൾ ഈ ജോലി വേണ്ടാന്ന് വെക്കാൻ പറ്റാത്തത് നിങ്ങൾക്ക് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഹാപ്പിനെസ് നിങ്ങളുടെ പേഴ്സൻ്റെ കൂടെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ കരിയർ നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട് ഉപേക്ഷിക്കാൻ വഴിയുണ്ട്. അതാണ് ശരിയായ കാര്യം എന്നാണ് പറയുന്നത്. അപ്പോൾ പൈസ എല്ലാം ഇമ്പോർട്ടൻറ്റ്, റിലേഷൻഷിപ്പാണ് ഇമ്പോർട്ടൻറ്റ്, സ്നേഹമാണ് ഇമ്പോർട്ടൻ്റ് എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ കരിയറിൽ ഫ്യൂച്ചറിൽ നിങ്ങൾ എബ്രോഡ് പോകാൻ ചാൻസ് ഉണ്ട്. ഹസ്ബൻഡിൻ്റെയോ വൈഫിൻ്റെ കൂടെ പോയിട്ട് അവിടെ നിങ്ങൾ ജോലി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ജോലി പ്രശ്നങ്ങൾ നിങ്ങൾ അതേ കാര്യമായിട്ട് ആവണ്ട. കുറച്ചും കൂടെ കഴിയുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സെറ്റിൽ ആകുമ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ കരിയറിൻ്റെ സിറ്റുവേഷനും സെറ്റിൽ ആവുമെന്നാണ്, ഫിനാൻഷ്യൽ സിറ്റുവേഷനും സെറ്റിൽ ആവുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ. സ്കോർപ്പിയോ, ലിയോ, ജെമിനായി, ക്യാൻസർ, ബാക്കി സോഡിയാക് സൈനൊക്കെ ഞാൻ പറഞ്ഞതാണ്. പൈസസ് ഉണ്ട് ഇവിടെ. ചിമ്മിക്കുട്ട കുറച്ച് കൊഞ്ചല് കൂടുതലാണ് സിമ്മിക്ക്, പറഞ്ഞാൽ മനസ്സിലാവില്ല. ടോറസ് കേട്ടില്ലേ, അക്വേറിയസ്, ക്യാൻസർ, വെർഗോ, ചിമ്മി അടി വേണോ, ക്യാപ്രിക്കോൺ, ചിമ്മിക്ക് അടി വേണോ, ലീബ്ര, അക്വേറിയസ്, പിന്നെ ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ. ഇത്രയുമാണ് സോഡിയാക് സൈൻസ് ഇവിടെ കണ്ടത്. ഇന്നത്തോടുകൂടി ഞാൻ ഇന്നത്തെ റീഡിങ് ഇവിടെ നിർത്തുകയാണ്. ഇനിയും ഒരു റീഡിങ്ങുമായിട്ട് വീണ്ടും വരാം. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. ദൈവം എല്ലാവർക്കും സമൃദ്ധിയും സമാധാനവും സന്തോഷവും സംതൃപ്തിയും തന്ന് അനുഗ്രഹിക്കാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. ടേക്ക് കെയർ. ബൈ ബൈ.